സപ്പോർട്ട് റേറ്റിംഗ് ഓക്കെ. ഞാൻ എന്തായാലും ഡെസ്ക്ടോപ്പ് വീഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മൈക്ക് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. ഇനി അത് മ്യൂട്ടാക്കാൻ പറയുകയാണെങ്കിൽ മ്യൂട്ട് ആയിക്കോളാം. കാരണം എന്തായാലും ഞാൻ പറഞ്ഞ എന്തായാലും അറിയാലോ. ഹലോ ഹലോ. ആ ആ ആ ആ കേൾക്കാം കേൾക്കാം. പി വേണിക്കാം. ഞാൻ മ്യൂട്ടാക്കണോ? വേണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. അല്ല, ഡെസ്ക്ടോപ്പ് വീഡിയോ മ്യൂട്ടാണ്. ഡെസ്ക്ടോപ്പ് വീഡിയോ മ്യൂട്ടാ. ഓക്കെ ഓക്കെ. കാണാല്ലേ? ഇല്ലല്ല, സെൻസിറ്റീവ് ആയിട്ടൊന്നുമില്ല. ഞാൻ ഇടാം. അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടിട്ട് വെച്ചിട്ടാ. നമ്മൾ ഇത്രേ ഉള്ളൂ. അതായത് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. നമ്മൾ സിറ്റി കയറിയിട്ട് ഒരു 1-2 മണിക്കൂറായിട്ട് നമ്മൾ ഇവരെ തപ്പിയിട്ട് നടക്കായിരുന്നു. അതായത് നമ്മൾ നോർമലി റാൻഡായിട്ട് ഞങ്ങൾ തപ്പി നടക്കുക സിറ്റിയിൽ. ജസ്റ്റ് ഓരോ ഓപ്പോസിറ്റുള്ള ഗാങ് ഹൗസിന് മുന്നിൽ ഇവരൊക്കെ ആയിട്ട് കുറേ നേരം ഇവിടെ ഇരിക്കുന്നു. RP ഒക്കെ ചെയ്തിട്ട് ഇവരോട് സംസാരിച്ചിട്ട് മറ്റേ ഗാങ് ഹൗസിൻ്റെ ഇൻവിറ്റേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ച് അങ്ങനെ കുറേ നമ്മൾ റാൻഡായിട്ട് പോയിരുന്നു. അല്ല 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 MRC അല്ല. MRC നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലൊരു ഇതുണ്ട്, DRS. ഓക്കെ. അവരുമായിട്ട് RP ചെയ്ത് നിൽക്കായിരുന്നു. അതായത് ഇതിൽ ഇപ്പോൾ ഈ സാത്താൻ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്നിട്ട് RP ഒക്കെ ചെയ്ത് ഇവിടെ കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മളൊരു വണ്ടി മറന്നിച്ച് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാങ് ഹൗസ്, നമ്മുടെ ഗാങ് മെമ്പർ ഈ സാത്താൻ്റെ വണ്ടി നമ്മളിവിടെ മറന്നിച്ച് പോയിരുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ പോയി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരെ ഇൻവൈറ്റ് ചെയ്യാണ്ട്, MRCനെ ഇൻവൈറ്റ് ചെയ്യാണ്ട് നമ്മളെ ഗാങ് ഹൗസിന് ഇതിന് ഇനോഗ്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ റാൻഡമിൽ അങ്ങനെ പോയി പിന്നെ മൊത്തത്തിൽ കറങ്ങി. അപ്പോൾ ഇവരെ തപ്പിയിട്ട് എവിടെ നോക്കിയിട്ട് കാണാണ്ടായിരുന്നില്ല. ഒരു ഇതാക്കിയാണെങ്കിലും ഇവരാണെങ്കിലും തപ്പിയിട്ട് കാണാണ്ടായിരുന്നില്ല. ഇവിടെ നിന്നാണ് സിറ്റുവേഷൻ. ഞാൻ മൈക്ക് ഓൺ ആക്കാം അവിടുന്ന്. ജസ്റ്റ് എവിടെ ഇട്ടിട്ടാണ് ഇവിടെ ഞാൻ സൗണ്ട് ഇല്ല. ഹലോ ഹലോ ഹലോ. ഓക്കെ, ഞാൻ മ്യൂട്ട് മാറ്റാണേ. അവർ ഒരു മ്യൂട്ട് ചെയ്യാം. ഹലോ ഹലോ. കൊച്ചിന് ഇതിപ്പോ എന്താ അവസ്ഥ? അവരെന്താ സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല? എന്തിനാ നമ്മളെ വിളിപ്പിച്ചുള്ളത്? നമ്മളെ വിളിപ്പിച്ചത് അൺവോണ്ടർ സിറ്റുവേഷൻ ആണെന്ന് അവർ ക്ലെയിം ചെയ്തു. അപ്പോൾ ഹോസ്റ്റേജ് എന്തിനാണ് എടുത്തതെന്ന സിറ്റുവേഷൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിപ്പിച്ചത്. അവര് ഡ്രോപ്പ് ആക്കുന്നുള്ള അവരുടെ ഇഷ്ടമാണ് ഗൈസ്. അത് അവരുടെ ഇഷ്ടം. നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ പ്രൂവ് ആക്കുന്നു. അവര് ഹോസ്റ്റേജ് ഡ്രോപ്പ് ആക്കില്ല എന്നുള്ളത് അവരുടെ ഇഷ്ടം. നമ്മൾ പ്രോപ്പറായിട്ട് സിറ്റുവേഷൻ എടുത്തുള്ളൂ. സിറ്റുവേഷൻ കാണാത്തവർക്ക് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചെന്നുള്ളൂ. ഞാൻ നേരത്തെ അഡ്മിന് കാണിച്ചു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഡെസ്ക്രൈബ് ചെയ്യാൻ വീട്ട് വരുന്നത്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇത്രേ ഉള്ളൂ. നമ്മുടെ KVLലെ ഗാങ് മെമ്പറിൻ്റെ വണ്ടി അടിച്ചു മാറ്റി കള്ളൻ. അപ്പോൾ ആ വണ്ടി കള്ളനെ നമ്മൾ നോക്കി. സിമ്പിളായി പറയുകയാണെങ്കിൽ അതിൽ ഒരു ഇതുമില്ല. ഇനി ഇതിൽ ആരും മെറ്റാന്ന് പറയണ്ട. കാരണം നമ്മൾ കഴിഞ്ഞ 1-2 മണിക്കൂറായിട്ട് നമ്മൾ തപ്പി നടക്കുന്നതാണ്. അത് നമ്മൾ പ്രോപ്പർ RP രീതിയിൽ നമ്മൾ ഇതേപോലെ നമ്മുടെ ഗാങ് ഹൗസിൻ്റെ ഇൻവൈറ്റിന് വേണ്ടി. ഹലോ. ഞാൻ വീട്ടിൽ ഓക്കെ. മീൻസ് ഒന്ന് ഡെസ്ക്ടോപ്പ് വീഡിയോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ. ആണോ? ഓക്കെ.
ഹലോ 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 സംഭവം ഇത്രേ ഉള്ളൂ ഗൈസ്. അവർക്ക് ഇന്ന് മെയിൻ ഇവന്റ് ആണ്, അതാണ്. സോ അവരുടെ മെയിൻ ഗ്യാങ് ഹൗസ് ഗ്യാങ് വണ്ടി റിവീലിന്റെ ഒരു ഇവന്റ് ആണ്. സോ ആ സമയത്ത് നമ്മൾ സിറ്റുവേഷൻ എടുത്തത് അതൊന്ന് ഒഴിവാക്കി തരണം എന്നാണ് അവരുടെ മറ്റൊരു സൈഡിൽ നിന്നുള്ള റിക്വസ്റ്റ്. അതായത് അവരുടെ ഒരു അവരുടെ ഗ്യാങ് വണ്ടിയോ ഗ്യാങ് ഹൗസോ എന്തൊരു റിവീലിൻ്റെ എന്തൊരു ഇവന്റ് ആണ്. സോ ആ സമയത്ത് അവരുടെ മെമ്പറിന് സിറ്റുവേഷൻ എടുത്ത് നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന രീതിയിൽ. അതായത് അവരുടെ ഗ്യാങ് വണ്ടി ഗ്യാങ് ഹൗസ് ഇവന്റ് ആണ് ഇന്ന്. അപ്പോൾ അതൊന്ന് ഇതിപ്പം എന്ത് ചെയ്യണ്ടേ? പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ല, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഓക്കെ, അത് അവരുടെ ഗ്യാങ് ഹൗസ് ഇവന്റ് ഗ്യാങ് വണ്ടി ആണെങ്കിലും ഓക്കെ, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യാം. നമുക്ക് അവർ കഷ്ടപ്പെട്ട് നിർത്തുന്ന ഇവന്റ് ആണ്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിലും ഓക്കെ, ഇന്നത്തേക്ക് സിറ്റുവേഷൻ അത് പോസ് ചെയ്തിട്ട് നാളെ സെയിം സിറ്റുവേഷൻ ഞങ്ങൾ കണ്ടിന്യൂ ആക്കിക്കോളാം. ലൈക്ക് അവിടെ തന്നെ അതന്നെ ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അതായത് ഇന്ന് ഓക്കെ, ഇന്ന് അവരുടെ ഇവന്റ് ഗ്യാങ് ഹൗസ് ആണെങ്കിൽ നമ്മളായിട്ട് കൊളാക്കണ്ട. നാളെ ഈ സിറ്റുവേഷൻ ഇവിടെ പോസ് ചെയ്തിട്ട് നാളെ ഈ സെയിം ഹോസ്റ്റലിനെ നമുക്ക് തന്നാൽ മതി, നമ്മൾ അവിടുന്ന് കണ്ടിന്യൂ ആയിക്കോളാം എന്ന രീതിയിൽ. അപ്പോൾ അത് അവർ സംസാരിച്ച് നോക്കട്ടെ, അവരോട് സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അഡ്മിൻസ്. അതാണ് നമുക്ക് ഓക്കെയാണ്. അതൊക്കെ നമ്മൾ അവരുടെ ഗ്യാങ് ഹൗസ് ഗ്യാങ് വണ്ടി അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കത് കൊളാക്കാൻ അവരുടെ സംഭവങ്ങളാണ്, അവരുടെ ഇതാണ്. അപ്പോൾ അത് ഓക്കെ, അത് നമ്മൾ റെസ്പെക്ട് ചെയ്ത് നമുക്കത് നാളെ ഓക്കെയാണ്. നമുക്ക് ഈ സിറ്റുവേഷൻ ഇവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നാളെ സെയിം ആളിനെ തന്നാൽ മതി, നമ്മൾ അവിടുന്ന് കണ്ടിന്യൂ ആക്കിക്കോളാം. അപ്പം തരാ അങ്ങനെ തരില്ലടാ, അങ്ങനെ അവർ തരില്ലടാ, അത് അങ്ങനെ തരില്ലവരാ. അപ്പൊ അവരോട് സംസാരിച്ചിട്ട് അവരോട് മറ്റേ MRCനോട് സംസാരിച്ചിട്ട് ഓക്കെ ആക്കാന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പറയാ പറഞ്ഞിട്ട് അഡ്മിൻസ്. എങ്ങനെയാണ് ഇങ്ങനെ കൃത്യം? എടാ ഇജാതി ഇങ്ങനെ കിട്ടിയതാ എടുത്തിരുന്നു പറഞ്ഞില്ലേ? എടാ വണ്ടി ഇങ്ങനെ വന്നടാ ദൈവത്തിന്റെ നിമിത്തങ്ങൾ. കറക്റ്റ് പോയിന്റ്. നമുക്ക് ഈവൻ അതല്ലാണ്ട് നമ്മളവിടെ ചുമ്മാ വള്ളി പിടിച്ചാൽ പോലും അവർക്ക് അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണ് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഊരാൻ പറ്റും. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം നാളെ ടർഫ് ഉണ്ടല്ലേ, നാളെ ടർഫ് ഉണ്ട്. ഞാൻ കൃത്യം ഇറങ്ങിയപ്പോ എവിടെയും നല്ല കണ്ടുപിടിച്ചോളും വണ്ടി. ജസ്റ്റിസ് ഫോർ MRCയോ? നാളെ ടർഫ് ഉണ്ടല്ലേ? നാളെ പിന്നെ എന്റെ ഇൻബോക്സിൽ കാണാം. ടർഫ് കഴിഞ്ഞിട്ട് വരാം, നോ ഇഷ്യൂ. നമുക്ക് ടർഫ് ടർഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ മതി. അവർ വിസി ഒന്ന് ചോദിക്കട്ടെ. അല്ല അവർ പറയട്ടെ, നമ്മൾ അഡ്മിൻസിനോട് പറഞ്ഞു. നമ്മൾ അഡ്മിൻസിനോട് ഞാൻ എത്ര പറഞ്ഞല്ലോ, അവരുടെ അഡ്മിൻസ് റിക്വസ്റ്റ് ചെയ്ത സംഭവം. അതായത് അവരുടെ ഗ്യാങ് ഹൗസ് ഗ്യാങ് വണ്ടി എന്ത് ഇനോഗ്രേഷൻ ആണ്. അപ്പോൾ ആ സമയത്താണ് നിങ്ങൾ എടുത്തുള്ളത്, നിങ്ങൾ പ്രോപ്പർ ആയിട്ടാണ് സംഭവം എടുത്തിട്ടുള്ളത്, അതൊക്കെ ഓക്കെ. പക്ഷെ അവരുടെ ഗ്യാങ് ഹൗസിൻ്റെ ഇതാണ്. അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്ത് ഇന്നത്തേക്ക് സിറ്റുവേഷൻ ഇതൊന്ന് ഡ്രോപ്പ് ആക്കാൻ പറ്റുമോ അങ്ങനത്തെ രീതിയിലാണ്. അവരുടെ ഗ്യാങ് വണ്ടിയുടെ എന്ത് ഇനോഗ്രേഷൻ ആണ്. അപ്പോൾ നമ്മളത് ഓക്കെ, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. എല്ലാ ഗ്യാങ്ങിനും ഇതേപോലെ അവരുടെ ഗ്യാങ് വണ്ടി ഗ്യാങ് ഹൗസ് റിവീൽ സംഭവം പറഞ്ഞാൽ സ്പെഷ്യലാണ്. അത് സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ അത് റെസ്പെക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ ഇന്ന് സിറ്റുവേഷൻ അത് ഡ്രോപ്പ് ആക്കാനല്ല, നമുക്ക് സിറ്റുവേഷൻ പോസ് ചെയ്യാം. സെയിം ആളെ നമുക്ക് ഈ സിറ്റുവേഷൻ നാളത്തേക്ക് കണ്ടിന്യൂ ആക്കി തന്നാൽ മതി. അതായത് സെയിം ഹോസ്റ്റലിൽ തന്നിട്ട് നാളെ ഇന്ന് എവിടെ നിന്നാണ് നിർത്തിയെങ്കിൽ അവിടുന്ന് സിറ്റുവേഷൻ തിരിച്ച് തന്നാൽ മതി, നമ്മൾ അത് നാളെ കണ്ടിന്യൂ ആയിക്കോളാം. അപ്പോൾ അത് അവരോട് ഗ്യാങ് ഹൗസ് എനിക്കറിയില്ല എന്തോ ഒരു ഇനോഗ്രേഷൻ ഗ്യാങ് വണ്ടി ഇനോഗ്രേഷൻ എനിക്ക് അറിഞ്ഞോട് ഇവർ എത്രാമത്തെ ഗ്യാങ് വണ്ടി ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, എന്തോ ഒരു ഇനോഗ്രേഷൻ ആണ് പറഞ്ഞത്.